പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലട്ടും മതിലരികെ എന്തുണ്ണിയോരച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടാൻ പോയിട്ടുണ്ടേ. പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലട്ടും മതിലരികെ എന്തുണ്ണിയോരച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടാൻ പോയിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കാതിലൊരു കാത്തോട ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലട്ടും മതിലരികെ എന്നുണ്ണിയോരച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടാൻ പോയിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കാതിനൊരു കാത്തട ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കാതിലൊരു കാത്തട ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലട്ടും മതിലരികെ എന്നുണ്ണിയോരച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടാൻ പോയിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. മാറിലൊരു മാത്തലി ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. മാറിലൊരു മാത്തലി ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കാലിലൊരു കാൽത്തള ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കല്ലട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. കാലിലൊരു കാൽത്തള ഞാനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലട്ടും മതിലരികെ എന്തുണ്ണിയോരച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടാൻ പോയിട്ടുണ്ടേ. പുത്തമ്പറമ്പോടെ 18 കുന്നേറി കല്ലട്ടും മതിലരികെ എന്നുണ്ണിയോരച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടാൻ പോയിട്ടുണ്ടേ. ഈ സന്ദീപിന്റെ സ്ഥലം ഇവിടെ തന്നെയാണ്, മണ്ണാർക്കാട്. എന്റെ ശരിക്കും വീട് കോട്ടാപ്പടം പഞ്ചായത്തിൽ അമ്പാഴക്കോട് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത് ഒലീവ് നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രം മണ്ണാർക്കാട് എന്ന് പറഞ്ഞ നാട്ടുപാട്ട് കൂട്ടത്തിലാണ്. എത്ര വർഷമായിട്ടുണ്ട് ഇതില്? ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം ടീമിൽ നിലനിൽക്കുന്നുണ്ട്. ടീമിന്റെ ട്രഷററായിട്ട് വർക്ക് ചെയ്യണം. ഞങ്ങളുടെ ടീമിന്റെ പ്രസിഡന്റ് രാമൻ കിഴക്കേക്കര, സെക്രട്ടറി ശ്രീനാഥ് മാഷാണ്, അലനല്ലൂർ കൃഷ്ണ LP സ്കൂൾ അധ്യാപകനാണ്. അതുപോലെ ജോയിന്റ് സെക്രട്ടറി രാകേഷ് കലാമണ്ഡലം, അതുപോലെ വൈസ് പ്രസിഡന്റ് ഹരിലാൽ കുമരമുത്തൂർ. എന്നിവർ തുടങ്ങുന്ന ഒരു ചെറിയൊരു പാട്ടുകൂട്ടമാണ് ഒലീവ് മണ്ണാർക്കാട്. പാട്ടിനൊപ്പം ഗവേഷണം കൂടി നടത്തുന്ന ടീമാണ് ഒലീവ് നാടൻ കലാ പഠന ഗവേഷണം. ഓക്കെ. ചെറിയ കുട്ടികൾക്കുള്ള ഞായറാഴ്ചകളുള്ള ഫ്രീ ആയിട്ടുള്ള ക്യാമ്പുകൾ അടക്കമുള്ള പരിശീലനം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഏകദേശം ഈ എത്രത്തോളം കുട്ടികളുണ്ട് ഇപ്പോൾ ഇതില്? കുട്ടികളെ പഠിക്കാനൊക്കെ 15 കുട്ടികളോളം നമ്മൾ പാട്ട് അഭ്യസിപ്പിക്കുന്നുണ്ട്. അതിൽ ടീമിലൊരു 10-20 ആളുകളുണ്ട്. കൃഷിക്കാരും പാട്ടുകാരുമായിട്ട് 10-20 ആളുകളോളം. പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ട്, നാടൻപാട്ട് പ്രോഗ്രാമുകളുണ്ട്. അതില് ഈ പുതിയ തലമുറ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികളും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യില്ലേ? ചെയ്യാറുണ്ടല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ഭാര്യ, മകൻ. പാട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പാട്ടുകാരൻ മകന് നാടൻ പാട്ടിനോട് ചെറിയൊരു താല്പര്യമുള്ള മകനാണ്. ഭാര്യ പിന്നെ സിനിമ പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിൽ. എന്തായാലും പാട്ട് കുടുംബം തന്നെയാണല്ലോ അല്ലേ? ശരി, നമുക്കൊരു പാട്ട് കൂടി പാടാം. ഏതെങ്കിലും ഒരു നാടൻ. തിന്തക തിന്തക തെയ്യം താരോ തക തിന്തക തിന്തക തെയ്യം താരോ തിന്തക തിന്തക തെയ്യം താരോ തക തിന്തക തിന്തക തെയ്യം താരോ. കൊച്ചിക്കാരത്തി കൊച്ചു പെണ്ണെ നിനക്കെത്ര മാറന്മാരുള്ള തടി. കെട്ടിയ മാരനെ കൂടാതെ നീക്കിന്ന് 9 മാരന്മാരുള്ള തടി. കെട്ടിയ മാരനെ കൂടാതെ നീക്കിന്ന് 9 മാരന്മാരുള്ള തടി. തിന്തക തിന്തക തെയ്യം താരോ തക തിന്തക തിന്തക തെയ്യം താരോ. തിന്തക തിന്തക തെയ്യം താരോ തക തിന്തക തിന്തക തെയ്യം താരോ.
ഒന്നോ മുടന്തനും ഒന്നോ നളന്തനും ഒന്നോരു കൊച്ചരിപ്പല്ലാനാണേ ഒന്നീനു മീശയുണ്ടൊന്നീനു മീശയിൽ ഒന്നീനു മീശ ഉരുത്തിറങ്ങി തിന്തക തിന്തക തെയ്യം താരോ താക തിന്തക തിന്തക തെയ്യം താരോ തിന്തക തിന്തക തെയ്യം താരോ തക തിന്തക തിന്തക തെയ്യം താരോ ഒന്നീനു വേലയുണ്ടൊന്നീനു വേലയിലൊന്നീനു വേലയോ വേലത്തരം ഒന്നു കറുത്തതും ഒന്നു വെളുത്തതും ഒന്നു കരിവീട്ടി കാതൽ നിറം തിന്തക തിന്തക തെയ്യം താരോ താക തിന്തക തിന്തക തെയ്യം താരോ തിന്തക തിന്തക തെയ്യം താരോ താക തിന്തക തിന്തക തെയ്യം താരോ ഒന്നിന്നു മൂക്കത്തൊരുത്തേരി ചുണ്ടിയുണ്ടെങ്കിലും കൊണ്ടോരു കുപ്പിവള ഒന്നിന്നൊരിത്തിരി നാണമുണ്ടെങ്കിലും വന്നാലുടയുമൻ കുപ്പിവള തിന്തക തിന്തക തെയ്യം താരോ താക തിന്തക തിന്തക തെയ്യം താരോ തിന്തക തിന്തക തെയ്യം താരോ താക തിന്തക തിന്തക തെയ്യം താരോ. അടിപൊളിയായിട്ടാ, നല്ല എനർജി ഉണ്ട് കേട്ടോ നല്ല പാട്ടിനൊക്കെ. എനിക്ക് തോന്നുന്നു ഇത്ര വർഷത്തുള്ള ഒരു ഈ നാടൻപാട്ട് ഫീൽഡിൽ വന്ന കാരണമുള്ള അതാ തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായി, നല്ല രസമുണ്ട്. എന്നാൽ സന്തോഷം കേട്ടോ അടുത്ത ഒരു എപ്പിസോഡ് വന്നതിലൊക്കെ. ഇനി ഒരുപാട് പാട്ടുകളും പിന്നെ പാട്ട് ഗവേഷണമൊക്കെ ആയിട്ട് പോവാം. സന്തോഷം.